ബി.ജെ.പിയിൽ നിന്ന് അടുത്തൊരാൾ കൂടി ഇന്ത്യൻ കോമാളി സർവീസിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. അവരുടെ പേര് ശ്രീലേഖ IPS എന്നുള്ളതാണ്. ഇവരുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വാർത്തയിൽ വരാൻ കാരണം ഇവർ കൗൺസിലറായി ജയിച്ച് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള VK പ്രശാന്തിൻ്റെ ഓഫീസിലേക്ക് എത്തിയില്ല, ഫോൺ വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം VK പ്രശാന്തിൻ്റെ ഓഫീസ് ഇരിക്കുന്ന അവിടുത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ താഴെയാണ്. ആ താഴെയുള്ള കെട്ടിടത്തിൽ ഒരു താഴെയായിട്ട് MLAയുടെ ഓഫീസും അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അവിടെയുള്ള കോർപ്പറേഷൻ്റെ ഒരു കൗൺസിലർക്കുള്ള ഓഫീസുമാണ് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ കോർപ്പറേഷൻ ഓഫീസുകളിൽ കൗൺസിലർക്ക് ഒരു ഓഫീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് തന്നെ VK പ്രശാന്തിൻ്റെ മേയറായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവർ വന്ന് നോക്കിയിട്ട് ഇവർക്ക് ആ സൗകര്യങ്ങൾ പോരാ. ആ സൗകര്യത്തിന് ഞാൻ ആ VK പ്രശാന്തിൻ്റെ ഓഫീസിൽ ചെല്ലുകയും VK പ്രശാന്തിനോട് ഇൻ്റർവ്യൂ എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഓഫീസ് എന്താണെന്നുള്ളത്. അത് അവിടെ വട്ടിയൂർക്കാവുള്ള കൃത്യമായിട്ട് ആ ഓഫീസിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കൗൺസിലർ ഓഫീസിൻ്റെ അകത്തുകൂടി വേണം, അല്ലെങ്കിൽ MLA ഓഫീസിൻ്റെ അകത്തുകൂടി വേണം ഇപ്പുറത്തേക്ക് കൗൺസിലർ ഓഫീസിലേക്ക് പോകാൻ എന്നുള്ള ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും വലിയ വിഷയമാകാറില്ല. കാരണം അവിടെയുള്ള കൗൺസിലർ, നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർ അവിടെ തന്നെ ഇരിക്കുന്നതാണ്, തൊട്ടിപ്പുറത്ത് VK പ്രശാന്ത് ഇരിക്കുന്നതാണ്. ഇവർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വരുന്നതൊക്കെ ജനങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ രണ്ടുപേർക്ക് യഥാർത്ഥ സൗകര്യമാണ്. ഇനി കൗൺസിലർ കാണേണ്ട കാര്യമാണെങ്കിൽ കൗൺസിലറെ കാണാം, അല്ലെങ്കിൽ MLA കാണണമെങ്കിൽ MLA കാണാം എന്നുള്ളതാണ്. ഞാൻ അവിടെ വെച്ച് തന്നെയാണ് VK പ്രശാന്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ VK പ്രശാന്തിൻ്റെ ഓവിനോട് ചെന്ന് ഈ കൗൺസിലറായിട്ടുള്ള ശ്രീലേഖ IPS വിളിച്ചിട്ട് ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്തൊരു മണ്ടത്തരമാണ്! ഓഫീസ് ഒഴിയണമെങ്കിൽ അത് കോർപ്പറേഷൻ ഔദ്യോഗികമായി ആവശ്യപ്പെടണ്ടേ? ആ കോർപ്പറേഷൻ ഔദ്യോഗികമായി ആവശ്യപ്പെടാതെ ഇവർ മേയറാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നാണ്. ഇവർ മേയറായില്ല. പകരം BJP വളരെ നല്ലൊരു തീരുമാനമെടുത്തു. VV രാജേഷിനെയാണ് മേയറാക്കിയത്. കാരണം ഇവരെ പോലുള്ള ആളെ പിടിച്ച് മേയറാക്കിയിട്ട് നാളെ ഇത് വലിയ തലവേദനയാകും, ശക്തമായ പ്രതിപക്ഷമായിരിക്കും, അവിടെ ഇതിനൊന്നും മറുപടി പറയാൻ ഇവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് BJPക്കാർ മനസ്സിലാക്കി. അതുകൊണ്ട് BJPക്കാർക്ക് അറിയാം ഇത് കൃത്യമായിട്ട് കൊടുത്താൽ വലിയ തലവേദനയാകുന്നു. ഏതാണ്ട് മറ്റേ നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്യാബിനറ്റ് മന്ത്രിയാക്കാതെ സഹമന്ത്രിയാക്കിയത്. കാരണം സഹമന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാറും കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി, വേറെ വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ പോലും പങ്കെടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോരുത്തരും അറിയാവുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഈ ശ്രീലേഖ IPSന് എന്ത് ചെയ്തില്ല, മേയർ സ്ഥാനം കിട്ടിയില്ല. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈ VK പ്രശാന്തിനോട് ഈ MLA ഓഫീസ് ഒഴിയണമെന്നാണ്. അത് വലിയ വിവാദമായി. VK പ്രശാന്ത് സാധാരണ വളരെ മൈൽഡായിട്ടും വളരെ സ്നേഹപരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കുറച്ച് റിയാക്ട് ചെയ്തപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി പണിപാടിയെന്ന്. വേഗം തന്നെ ഇവർ വന്നിട്ട് എൻ്റെ അനിയനാണ്, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല, പിന്നെ അപ്പുറത്ത് വരുന്ന ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അതിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പുറത്ത് തന്നെ ആളുകൾ വരുന്നതുകൊണ്ട് VK പ്രശാന്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല. വളരെ നല്ല ആളുകളൊക്കെ തന്നെ ഇരിക്കുമല്ലോ, നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇരിക്കുമല്ലോ തന്നെ. അല്ലാതെ ഇവരെ കാണാൻ വേണ്ടി മാത്രം ഏതെങ്കിലും മോശപ്പെട്ട ആളുകൾ വരുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ഏതാണ്ട് അത് നിൽക്കുകയാണ്. അതിനുശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമെന്ന് പറയുന്നത് ശബരിനാഥും അതുപോലെയുള്ള ആളുകളും കൂടി ഇത്തരം ഒരു കാര്യം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ശബരിനാഥ് ഏറ്റെടുക്കുമ്പോൾ ഏതാണ്ട് ഒരു കൊല്ലമായിട്ട് അവിടെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. 832 രൂപയാണ് 350 സ്ക്വയർ ഫീറ്റിലേക്ക് വാടകയായി ഈടാക്കി വരുന്നത്. വാടക വളരെ കുറവാണ്. അത് പക്ഷേ എല്ലാ കാര്യത്തിലും ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഒരു ജനപ്രതിനിധിയൊക്കെ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത്തരത്തിൽ വാടക കുറച്ച് കൊടുക്കും. അങ്ങനെ വാടക കുറച്ച് കൊടുത്തു. അത് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് അടച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ 2026 മാർച്ച് വരെ കാലാവധിക്കുള്ള മുഴുവൻ വാടകയും തന്നെ VK പ്രശാന്ത് അടച്ചു തീർത്തു. VK പ്രശാന്തിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്, തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ചിട്ടുള്ള ഒരാളാണ്. മേയർ ബ്രോ എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനൊക്കെ പിന്നീട് അവരെ ഭരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അത് വലിയ ദുരന്തമായി CPMന് തന്നെ മാറി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു അഭ്യാസം നടന്നിട്ടുള്ളത്. അതിനുശേഷം ഇദ്ദേഹം വലിയ പ്രധാനപ്പെട്ട സ്ഥലം എന്തോ ചെറിയ വാടകയ്ക്ക് അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള വലിയ പ്രചരണമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനൊന്നും അടിസ്ഥാനമില്ല. അടിച്ചു മാറ്റിയിട്ട് പുള്ളി അവിടെ വല്ല ജ്വല്ലറി തുടങ്ങിയിട്ട് എന്ത് ചെയ്യുകയാണോ, ലാഭം ഉണ്ടാക്കുകയാണോ? അതൊന്നുമല്ല. പുള്ളി അതൊരു ഓഫീസായിട്ട് ഉപയോഗിക്കുകയാണ്. നാട്ടുകാർക്ക് വരുമ്പോൾ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അല്ലാതെ അതിൽ നിന്ന് വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടവും ഈ പറയുന്ന VK പ്രശാന്ത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കൗൺസിലേഴ്സിനും അവിടെ ഓഫീസ് കൊടുത്തിട്ട് അവരും ഇതുപോലെ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ വിദണ്ഡമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ വട്ടിയൂർക്കാവ് നേരത്തെ MLA ആയിരുന്ന K മുരളീധരൻ പറഞ്ഞേക്കണത്, ഞാൻ MLA ആയിരുന്നപ്പോൾ ഇത് MLA ഹോസ്റ്റലിലെ റൂം തന്നെയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. ശരിയാണ്, MLA ഹോസ്റ്റലിലെ റൂം യഥാർത്ഥത്തിൽ ഓഫീസാക്കാൻ വേണ്ടിയല്ല, അത് MLAമാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ളതാണ്. അവിടെ MLA ഹോസ്റ്റലിൽ ഞാൻ നിരവധി തവണ ചെന്നിട്ടുള്ള ഒരാളാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ സാധാരണക്കാർക്ക് ചെല്ലണമെങ്കിൽ പലപ്പോഴും പോലീസുകാരുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും സെക്യൂരിറ്റി പരിശോധന ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് സാധാരണക്കാർക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓഫീസ് വെച്ചത്. അത് മാത്രമല്ല
എല്ലാ MLA-മാർക്കും തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ മണ്ഡലങ്ങളിൽ തന്നെ ഓഫീസുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് ഇത് ഈ MLA-ക്ക് ഓഫീസ് തുടങ്ങാൻ വേണ്ടി വലിയ പണം കൊടുക്കുന്നുണ്ട്, 25,000 രൂപ കൊടുക്കുന്നുണ്ടെന്നും ആ പണം സ്വന്തം കയ്യിൽ വെച്ചുകൊണ്ടാണ് 832 രൂപയുടെ ഓഫീസ് കോർപ്പറേഷനിൽ നിന്ന് എടുത്തിട്ടുള്ളത് എന്നൊക്കെ ഉള്ളതാണ്. അത്തരത്തിലൊരു പണവും യഥാർത്ഥത്തിൽ MLA-മാർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ VK പ്രശാന്ത് പറഞ്ഞതാണ് ന്യായം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ശ്രീലേഖ IPS ഒക്കെ യഥാർത്ഥത്തിൽ സ്വയം ഒന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. മേയർ ആക്കാതിരുന്നത് വളരെ നന്നായി. പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവർ പണ്ട് തന്നെ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വനിത എന്ന് പറയുന്ന മാഗസിനിൽ ഇവരൊരു കോളം കൈകാര്യം ചെയ്യുന്ന ഒരു പേജിൽ ഇവർ ചില അനുഭവക്കുറിപ്പുകളൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ ഇവർ ചില പൊടിപ്പും തൊങ്ങലും വെച്ച് ചില കാര്യങ്ങളൊക്കെ എഴുതി വിടും. അതിൽ ഇവരൊരു കാര്യം എഴുതിയിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരു കുറ്റവാളിയെ ഇവരെന്ത് ചെയ്തു, ഇവർക്ക് മനസ്സിലായി അവരുടെ നിസ്സഹായത കൊണ്ട് കുറ്റം ചെയ്തു പോയതാണ്, അവർ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളല്ല എന്നൊക്കെ കണ്ടെത്തിയതുകൊണ്ട് വളരെ ഭംഗിയായിട്ടൊക്കെ വേറെ ആരെങ്കിലും എഴുതിയതായിരിക്കും, വനിതയ്ക്ക് വേണ്ടി വേറെ ആരെങ്കിലും എഴുതിയായിരിക്കും, ഇവർ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഞാനതുകൊണ്ട് ദയവ് തോന്നി അവരങ്ങോട്ട് വെറുതെ വിട്ടു എന്ന് ഇവർ എഴുതി കഴിഞ്ഞു. ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ അതെല്ലാം തന്നെ ഓരോരോ സത്യസന്ധമായ കഥകളാണ് എന്ന് പറഞ്ഞാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ തലവേദനയായപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഞാനതെൻ്റെ ഭാവനയിൽ നിന്ന് എഴുതിയതാണെന്ന് പറഞ്ഞു. കാരണം ഭാവനയിൽ നിന്ന് എഴുതിയതാണെന്ന് പറയാതെ വേറെ വഴിയില്ല. നേരത്തെ ഇവിടെ തന്നെ ഒരു ആസാമി ഉണ്ടായിരുന്നു, ചന്ദ്രസ്വാമി എന്ന് പറയുന്ന ഒരാൾ, നമ്മുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചെന്ന് കണ്ടിരുന്ന ഒരാളാണ്. ഇദ്ദേഹം ഇതുപോലൊരു കേസിൽ പെട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം വലിയ വലിയ ആളുകളൊക്കെ ചെല്ലുമ്പോൾ ടൈറ്റൻ വാച്ച് അടക്കം അല്ലെങ്കിൽ വലിയ വില കൂടിയ വാച്ചുകളടക്കം പല വാച്ചുകളൊക്കെ ആളുകൾക്ക് കൊടുക്കുകയും സാധാരണക്കാരെ ചെല്ലുമ്പോഴത്തേക്കും വായുവിൽ നിന്ന് എടുത്തിട്ടുള്ള ആപ്പിൾ കൊടുക്കുകയൊക്കെ ചെയ്യും. ഇദ്ദേഹം ഒരു കല്യാണത്തിന് നിന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? ഇദ്ദേഹം കല്യാണത്തിന് ചെന്നപ്പോഴത്തേക്കും പറഞ്ഞാൽ ഒരു 2 പവൻ്റെ 3 പവൻ്റെ 4 പവൻ്റെ ഒരു മാല എടുത്ത് എന്ത് ചെയ്തു, ഇതുപോലെ ആകാശത്ത് നിന്ന് എടുത്താണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു കൊടുത്തപ്പോൾ അതിനെതിരെ ഒരു കേസ് വന്നു. കാരണം ആകാശത്ത് നിന്ന് അങ്ങനെ മാല എടുത്ത് കൊടുക്കാൻ പറ്റില്ല. ഗോൾഡ് ഇവിടെ ക്രയം ചെയ്യണമെങ്കിൽ അതിന് ടാക്സ് അടച്ചിട്ടുണ്ടാവണം, അതിനുള്ള ബില്ല് വേണം, രേഖകൾ വേണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം പെട്ടു യഥാർത്ഥത്തിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബില്ലടച്ച് ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ട് എന്ത് ചെയ്താണ് എൻ്റെ കോട്ടിൻ്റെ അടിയിൽ തിരികെ വെച്ചിട്ട് ഞാൻ നൈസായിട്ട് എടുത്ത് കൊടുത്താണെന്ന് പറഞ്ഞാൽ അത്ര നാളെ കാണിച്ച അഭ്യാസമൊക്കെ ഇല്ലാതാവൂലേ. പക്ഷേ നമ്മുടെ നീതിനിർവഹണ സംവിധാനം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പല കോൺഗ്രസ് പ്രധാനമന്ത്രിമാരൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ ഈ കേസ് എടുക്കാതെ മാറ്റി വെച്ച് കളിക്കുകയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട കോടതികളൊക്കെ തന്നെ. കാരണം കോടതിയിൽ ചെന്ന് ഇദ്ദേഹം ഇത്രയും പറഞ്ഞാൽ മതി, രക്ഷപ്പെടാം. കാരണം ഞാൻ മാല അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചാണ്, അതിന് കൊടുത്താണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറഞ്ഞാൽ ഇദ്ദേഹം ആ ദിവസം കാണിച്ചിട്ടുള്ള അഭ്യാസം എന്ത് ചെയ്യും, ഒഴിവാകും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത തകർന്നു പോകുമെന്നുള്ളതുകൊണ്ട് അത് പറയാതെ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറയുന്നത് പോലെ ശ്രീലേഖ IPS ലാസ്റ്റ് പറഞ്ഞു, കാരണം ഇത് എൻ്റെ ഭാവനയിൽ നിന്നെടുത്താണ്, ഇത് യഥാർത്ഥ കഥകളൊന്നുമല്ല, ഞാൻ വെറുതെ തട്ടിവിടുന്നതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തത് നമുക്കറിയാം, ഇവരെ നമ്മൾ കാണുന്ന അടുത്ത കോമഡി എന്താണെന്ന് വെച്ചാൽ ശ്രീലേഖ IPSന് നെഞ്ച് തകർന്നുമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ചങ്ക് തകർന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ തകർന്നുമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് വെറും നിലത്ത് ദിലീപ് കിടക്കുന്നത് കണ്ടിട്ടാണ്. ദിലീപ് കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. അതായത് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ വേണ്ടി വേറൊരാൾക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്ന ആരോപണത്തിൻ്റെ പേരിലാണ് ദിലീപ് കിടക്കുന്നത്. പക്ഷേ ദിലീപ് കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഈ അമ്മയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇവരെന്ത് ചെയ്തു, ഭക്ഷണം വാരി കൊടുത്തു എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭക്ഷണം വരുത്തിച്ചു കൊടുത്തു എന്നോ എന്തൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അതിനുശേഷം പോലും ഈ ദിലീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ദിലീപിനെ വെറുതെ ഫ്രെയിം ചെയ്തതാണ് എന്നൊക്കെ കൃത്യമായിട്ട് ഇവർ പല സ്ഥലങ്ങളിലും പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അതുകൊണ്ട് ഇവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ വയ്യ. യഥാർത്ഥത്തിൽ ഇവരെ പോലെയുള്ള ആളുകളൊക്കെ BJP എടുത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം BJPയുടെ വളർച്ച മുരടിക്കാൻ ഇത് വളരെ വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് പലപ്പോഴും, അല്ലെങ്കിൽ BJPയിലേക്ക് ഇവർക്ക് ബുദ്ധിയുള്ളവരാണ്, BJPയിലേക്ക് ചേരുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നതാണോ നമുക്കറിയില്ല. കാരണം ശ്രീധരൻ സാർ തന്നെ വളരെ ബുദ്ധിയുള്ള മിടുക്കനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ അദ്ദേഹം BJPയിലേക്ക് ചേർന്നതിന് ശേഷം അദ്ദേഹം റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ MLA ഓഫീസൊക്കെ സെറ്റപ്പ് ചെയ്തു. നമുക്കറിയാം ഈ VK പ്രശാന്തൊക്കെ 832 രൂപയ്ക്ക് കോർപ്പറേഷനിൽ നിന്ന് എടുത്ത പോലെയല്ല, അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഒരു MLA ഓഫീസൊക്കെ സെറ്റ് ചെയ്തു. പക്ഷേ MLA ആയത് നമ്മുടെ ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് പിന്നെ ഓഫീസ് അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. അതേപോലെ തന്നെ സുരേഷ് ഗോപിയെ MP ആക്കിയതുകൊണ്ട് ഏതാണ്ട് തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഒരു ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഈ ശ്രീലേഖ IPSനെ മേയർ കൂടി ആക്കിയിരുന്നെങ്കിൽ, സത്യത്തിൽ ഇപ്പോൾ രാജേഷ് മേയർ ആക്കിയതുകൊണ്ട്
അവിടെ CPM-നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും, കോൺഗ്രസിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം CPM രാജേഷ് വളരെ വകതിരിവോടുകൂടി കൃത്യമായി പെരുമാറാനും സംസാരിക്കാനും ഒക്കെ അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് രാജേഷ് എങ്ങനെയെങ്കിലും പറഞ്ഞൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷേ രാജേഷ് ഇപ്പോൾ പറയുന്നത് ഈ ശ്രീലേഖ IPS തന്നെ വളരെ സ്നേഹപ്രസരണമായി ചോദിച്ചതാണ്, ഒരു സഹോദരൻ എന്നുള്ളവർക്ക് ചോദിച്ചതാണ്, ഇങ്ങനെ അസൗകര്യമാവില്ലേ, അപ്പോൾ ഒഴിഞ്ഞു തരുമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചതായിരിക്കും അതൊക്കെയാണ്. കൂടാതെ എന്താണെങ്കിലും VK പ്രശാന്തിനെ ഒഴിപ്പിക്കില്ല എന്നുള്ളത് കൂടി രാജേഷ് പറഞ്ഞിട്ടുണ്ട്, VV രാജേഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോമഡികളൊക്കെ ഇനി കൃത്യമായിട്ട് ശ്രീലേഖ IPS തുടരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതീവ ബോറിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേതൊക്കെ. വലിയ ടെൻഷനും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിയും ശ്രീലേഖ IPS ഒക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കുറച്ചുകൂടി കളർഫുള്ളായി രസകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇതിനിയും തുടരണം.